ഉദ്ഘാടനം നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഉദ്ഘാടനം കിട്ടും? ഇപ്പൊ ഉദ്ഘാടനത്തിന്റെ ഇനോഗ്രേഷന്റെ കാലഘട്ടങ്ങളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ അത് ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇപ്പൊ ഹണിയുടെ ഡ്രസ്സിങ്ങിനെ ഒരുപാട് ആളുകൾ ട്രോൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫോട്ടോസ് എടുത്തിടുക, അതിനെക്കുറിച്ച് മോശമായിട്ട് പറയുക, ഹണി ശരിക്കും ഇത് ഹണിയുടെ സ്വന്തം ഫിഗർ ആണോ എന്ന് വരെ ചോദിക്കുക. ശരിക്കും ബോഡി ഷേമിങ്ങും അതിന്റെ ഒരു ഹണി റോസിന്റെ ഇന്ന് ഇറങ്ങാനിരുന്ന റേച്ചൽ എന്ന് പറയുന്ന ഒരു മൂവിയുടെ റിലീസ് മാറ്റിയിരിക്കുവാണ്. അതിന്റെ റീസൺ എന്താണ് എന്ന് ഇവരെവിടെയും പറഞ്ഞിട്ടില്ല. ഹണി റോസിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ മൂവിയുടെ റിലീസ് ഡേറ്റും കാര്യങ്ങളും എല്ലാം. ഞാൻ അതിന്റെ ഒരു പോസ്റ്റർ ഞാൻ ഇവിടെ കാണിക്കാം. വിത്ത് എ ഹാർട്ട് ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് എ സോൾ ഫുൾ ഓഫ് പാഷൻ വി ആർ ഓവർജോയ്ഡ് to announce the release date of my upcoming film Rachel. Your love, support and encouragement mean the world to us. ഈ ഒരു പോസ്റ്റർ ആയിരുന്നു ഹണി റോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 4 ഷെയർ ചെയ്തതാണ്. അപ്പൊ അതിനുശേഷം പിന്നെ ഇതുവരെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളും എല്ലാം വന്നത്. അപ്പൊ ഈ ഒരു കോൺട്രവേഴ്സി സമയത്ത് തന്നെ ഈ ഒരു പടം മനഃപൂർവ്വം പുറത്തിറക്കാതെ ആയിരിക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഈ ഹണി റോസ് മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടികളാണ് ഇത് മൊത്തമെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ വന്ന് ഈ ഒരു കാര്യം മിക്ക ചാനൽ ചർച്ചകളിലും ഈ ഒരു വിഷയം എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും രാഹുൽ ഈശ്വർ ആ പറഞ്ഞ കുറച്ച് കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് ഹണി റോസ് രാഹുൽ ഈശ്വറിന് ഇട്ടൊരു പോസ്റ്റിൽ ഹണി റോസ് അതിനൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു. ഫോണിൽ മീഡിയ വളരെ എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഫോണിൽ വിളിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഈ റേച്ചൽ എന്ന് പറയുന്ന മൂവിയുടെ റിലീസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം. പ്രതികരണം. രാഹുല്, ഹണി റോസിന്റെ പോസ്റ്റ് വലിയ തോതിലാണ് താങ്കൾക്കെതിരെ. താഴമൺ തന്ത്രി കുടുംബമാണ്. ഇതില് ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹണി റോസിനോട് ബഹുമാനമാണ്, ആദരവാണ്. നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ആ സിനിമയ്ക്ക് എല്ലാവിധ റീച്ചലിന്റെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും, ഓൾ ദ ബെസ്റ്റ് നേരുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസിന്റെ വിമർശനം പോലെ തന്നെ ഹണി റോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട്. അവരുടെ വസ്ത്രധാരണം പരിധികൾ കടക്കുന്നു, സഭ്യതയില്ലാത്തതാണ്, വൾഗർ ആംഗിളുകളുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്തു നിന്നുള്ളവരുടെ വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം. രണ്ട്, ഹണി റോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട്. ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. അതുകൊണ്ട് അമ്പലം, പള്ളി കേട്ടല്ലോ, ഇതായിരുന്നു ആ ഒരു സംഭവം. ഇതിനകത്ത് റേച്ചൽ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങുന്നതിനെ പറ്റിയിട്ട് രാഹുൽ ഈശ്വർ എടുത്തു പറയുന്നുണ്ട്. നാളെ അവരുടെ മൂവി ഇറങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാനൊരു ഓൾ ദി ബെസ്റ്റ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ നൈസായിട്ട് കുത്തി പറയുവാണ് ആ ഒരു കാര്യം. അത് മാത്രമല്ല, പല ചാനൽ ചർച്ച എടുത്ത് നോക്കിയാലും രാഹുൽ ഈശ്വർ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു മൂവിയാണ്, എ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു മൂവിയാണ് റേച്ചൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു എന്തോ ഇറച്ചി വെട്ടുകാരി എങ്ങായിട്ടായിട്ടുള്ള റോൾ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഹണി റോസ് അഭിനയിക്കുന്നത്. എന്തായാലും ഇത്രയും കോൺട്രവേഴ്സീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു പടം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് തന്നെയായിരിക്കും. എന്തായാലും അവർ മാക്സിമം അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ വിഷയമൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും റിലീസിന് ഒരുങ്ങുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ റിലീസ് ഡേറ്റ് വരെ അനൗൺസ് ചെയ്തിട്ട് ഇവരെന്തുകൊണ്ട് ആ ഒരു പടം റിലീസ് ചെയ്യാത്തത്, അതിന്റെ ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാർ ആരും വന്ന് ഈ ഒരു മൂവിയുടെ റിലീസ് എന്തുകൊണ്ട് മാറ്റിയെന്ന് ഞാൻ എങ്ങും പറഞ്ഞ് കണ്ടിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി വേറൊരു കാര്യം കൂടെ കാണാം. കുറെ നാൾക്ക് മുന്നേ ഫ്ലവേഴ്സ് ടിവിക്കകത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനകത്ത് തങ്കച്ചൻ വിദൂര ഈ പറയുന്ന ഹണി റോസിനെ കളിയാക്കിക്കൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു സ്കിറ്റ് അങ്ങോട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കലും നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല. എത്രത്തോളം ഒരു സ്ത്രീയെ അപമാനിക്കാവോ അല്ലെങ്കിൽ മോശക്കാരിയാക്കാവോ അത്രയും ലെവല് ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഹണി റോസ് ഈ ഒരു വിഷയങ്ങളിൽ അന്നേ പ്രതികരിച്ചിട്ടില്ല? കാര്യം ഹണി റോസ് അന്നേ ഇവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കണമായിരുന്നു. കാര്യം മുളയിലേ നുള്ളിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ബോച്ചെ പോലെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംസാരിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. കാര്യം ആദ്യമേ നമ്മൾ ഈ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിതായി കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാവരും ഒന്ന് പേടിക്കും. പിന്നെ ഒരിക്കലും വന്ന് ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള രീതിയിൽ ആരും പറയത്തില്ല. ഹണി റോസിന്റെ അടുത്ത് തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഈ പറയുന്ന ബോഡി ഷേവിങ്ങിനെ പറ്റിയിട്ടും ഈ പറയുന്ന ഡ്രസ്സിങ്ങിനെയൊക്കെ പറ്റിയിട്ടും ചോദിച്ചൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് ഹണി റോസ് കുറച്ച് കാര്യം പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് തങ്കച്ചൻ വിദൂരയുടെ ആ ഒരു വീഡിയോയും ആ ഒരു ഇന്റർവ്യൂയും കൂടെ ഒന്ന് കണ്ടുപോക്കാം. പ്രത്യേകമായിട്ട് ഇപ്പൊ ഹണിയുടെ ഡ്രസ്സിങ്ങിനെ ഒരുപാട് ആളുകൾ ട്രോൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫോട്ടോസ് എടുത്തിടുക, അതിനെക്കുറിച്ച് മോശമായിട്ട് പറയുക, ഹണി ശരിക്കും ഇത് ഹണിയുടെ സ്വന്തം ഫിഗർ ആണോ എന്ന് വരെ ചോദിക്കുക. ശരിക്കും ബോഡി ഷേമിങ്ങും അതിന്റെ ഒരു കേട്ടല്ലോ, അതിന്റെ ഭയാനകമായിട്ടുള്ള ഒരു വേർഷനാണ് നടന്നുകൊണ്ടിരിക്കേണ്ടതെന്ന്. കാര്യം അതിനകത്ത് ആ ഒരു പെൺകുട്ടി ചോദിച്ചൊരു കാര്യം കേട്ടില്ലേ, പലയിടത്തും ഹണി റോസിന്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഈ ഫിഗർ ഒറിജിനൽ ആണോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്ന്. കാര്യം ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ ഒരു വിഷയങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇനാഗുറേഷന് പോകുന്ന സമയത്ത്
പല ആംഗിളിൽ നിന്നുള്ള വീഡിയോസും ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് കുറെ വൃത്തികെട്ട ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്തെല്ലാം ഈ സാധനങ്ങൾ ഭയങ്കര മോശമായിട്ട് സ്ലോ മോഷൻ രീതിയിലും എല്ലാം ആയിട്ട് മാക്സിമം സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഈ സാധനങ്ങൾ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ഹണി റോസ് മനഃപൂർവ്വം ഇങ്ങനെയൊക്കെയുള്ള രീതി ചെയ്യുന്നതായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഹണി റോസിനെയാണ് എല്ലാവരും കുറ്റക്കാരിയാക്കുന്നത്. കാര്യം വാദി പ്രതിയിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കിയോടെ കാണാം. ഈ ഗാനമേള ഇല്ലാത്തപ്പോൾ ഉത്സവ സീസൺ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഉദ്ഘാടനവും ഇനോഗ്രേഷനും ഉണ്ട്. ഉദ്ഘാടനവും ഇനോഗ്രേഷനും എനിക്ക് ഉള്ളത് കൊണ്ട് കഴിഞ്ഞു പോകുന്നു. എന്ത് തെമ്മാടിത്തരമാണെന്നറിയോ ഈ പറയുന്ന ആൾക്കാരൊക്കെ വന്നിരുന്ന് കാണിക്കുന്നത്. ഇയാളുടെ മകളായിരുന്നു ഈ ഒരു സാധനത്തെങ്കിൽ ഇയാൾ ഇങ്ങനെ കാണിക്കുമോ? കാര്യം കാണിക്കുന്നതൊക്കെ വെറും തെണ്ടിത്തരമാണ്. കാര്യം തങ്കച്ചൻ വിദൂരക്കൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം. കാര്യം ഞാൻ ഇതാണ് പറഞ്ഞത്, ഈ ഒരു സംഭവത്തിലൊക്കെ അന്നേ പ്രതികരിക്കണമായിരുന്നു. ഇപ്പം ബോച്ചയുടെയൊക്കെ ഈ ഒരു സീനിൽ ഇത്രയും പ്രതികരിച്ച ഹണി റോസൊക്കെ ഈ വിഷയങ്ങളിലായിരുന്നു തോന്നുന്നു കേസ് കൊടുക്കേണ്ടത് അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു വീഡിയോ ഇല്ലെന്ന് തോന്നുന്നു. ഫ്ലവേഴ്സ് അവരത് ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. കാര്യം ഇത് ഫുള്ള് ട്രോൾ പേജസിനകത്താണ് ഇങ്ങനെ ഒരു വീഡിയോസ് എല്ലാം കിടന്ന് കറങ്ങുന്നത്. ഉദ്ഘാടനം നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഉദ്ഘാടനം കിട്ടും. ഇപ്പൊ ഉദ്ഘാടനത്തിന്റെ ഇനോഗ്രേഷന്റെ കാലഘട്ടങ്ങളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ അത് ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പോകും. ഇനോഗ്രേഷന്റെ കാലഘട്ടങ്ങളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ അത് ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഇന്ന് തന്നെ ഞാൻ ഹണി റോസ് എന്ന് അടിച്ചു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് വളരെ മോശമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള ഭാഷകളും ഈ പറഞ്ഞ പോലെ ബോഡി ഷേമിങ്ങിന്റെ ഒക്കെ എക്സ്ട്രീം ലെവലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള, അതായത് നമുക്ക് വേറെ ഓപ്ഷൻ എന്നാലും ഇത് എത്രയാന്ന് വെച്ചിട്ടാണ് എന്താ ചെയ്യുക? എനിക്ക് ലൈക്ക് നമുക്കൊരു പലപ്പോഴും ഒരു ഓപ്ഷൻ ഇല്ല ഇതിനൊന്നും. ശരിക്കും അങ്ങനെ അല്ലായിരുന്നു ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. കാര്യം ഇത് കേസ് കൊടുക്കുക തന്നെ വേണം. പബ്ലിക്കായിട്ട് അപമാനിക്കുവാണ്. പ്രത്യേകിച്ച് ഒരു വലിയ ചാനലിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി കാണിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. കാര്യം ഒരു സ്ത്രീയെ മാക്സിമം അപമാനിക്കുന്നതിന് തുല്യമാണ്. കാര്യം തങ്കച്ചൻ വിദൂര എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു അതിനുശേഷം ഈ ഒരു വിഷയത്തെ പറ്റി എവിടെ റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതെന്തായാലും ഭയങ്കര രീതിയിൽ ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, മോഹൻലാലിന്റെ മൂവിക്കകത്ത് മോൺസ്റ്റർ എന്ന് പറയുന്ന പടത്തിനകത്ത് ഹണി റോസിനെ എടുത്ത് ഡബിൾ മീനിങ് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം പല വിഷയങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണമായിരുന്നു. കാര്യം ഇപ്പം ബോച്ചയുടെ വിഷയത്തിൽ ഒരുപാട് ആൾക്കാർ ന്യായീകരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്. കാര്യം എന്തുകൊണ്ട് പണ്ടേ പറഞ്ഞില്ല, എന്തുകൊണ്ട് ആദ്യമേ പ്രതികരിച്ചില്ല എന്നുള്ള രീതിയിൽ ഇതൊക്കെ ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും കൂടെ നല്ലതായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയങ്ങൾ ഇതോടുകൂടി തീരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. കാര്യം എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ആരും വലുതായിട്ട് വന്ന് കമന്റ് ഇടുന്നില്ല. ഇപ്പൊ കമന്റ് ഇടാൻ പേടിയാന്ന് തോന്നുന്നു. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ പണി കിട്ടുമെന്ന് മനസ്സിലായതിന്റെ പേരിലായിരിക്കും എല്ലാവരും കമന്റും കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഓടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.